പ്രേമമെന്നിൽ വർദ്ധിക്കുന്നേ, പ്രിയനോട് ചേരുവാൻ നാളുകൾ ഞാൻ എണ്ണി എണ്ണി ജീവിച്ചിടുന്നേ. പ്രേമമെന്നിൽ വർദ്ധിക്കുന്നേ, പ്രിയനോട് ചേരുവാൻ നാളുകൾ ഞാൻ എണ്ണി എണ്ണി ജീവിച്ചിടുന്നേ. സുന്ദര മനോഹര നിന്നെ പിരിഞ്ഞി ലോകയാത്ര, പ്രാകൃതരം ജാരന്മാരെ വരിക്കുമോ വത്സല. മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ. സുന്ദര മനോഹര നിന്നെ പിരിഞ്ഞി ലോകയാത്ര, പ്രാകൃതരം ജാരന്മാരെ വരിക്കുമോ വത്സല. മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ. ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയാണ്. ഇന്ന് ദൈവവചനത്തിൽ നിന്നും കർത്താവിൻ്റെ ദാസൻ വിനോദ് തോമസ് കോട്ടയം ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. മോർണിംഗ് വോയിസിലൂടെ ദൈവവചനം ശ്രവിക്കുന്ന ഏവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കട്ടെ. തെസ്സലോനിക്കർക്ക് പൗലോസ് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായത്തിന് 9-ാം വാക്യം വായിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. ഞങ്ങൾക്ക് നിങ്ങളുടെ ഇടയിൽ എങ്ങനെയുള്ള പ്രവേശനം സാധിച്ചുവെന്നും ജീവനുള്ള സത്യദൈവത്തെ സേവിപ്പാനും. ഇനി അതിൻ്റെ 10-ാം വാക്യത്തിന്റെ അവസാന ഭാഗം, നിങ്ങൾ വിഗ്രഹങ്ങളെ വിട്ട് ദൈവത്തിലേക്ക് എങ്ങനെ തിരിഞ്ഞു എന്നും അവർ തന്നെ പറയുന്നു. 9-ാം വാക്യത്തിൽ പൗലോസ് പറയുന്ന ഒന്നാമത്തെ കാര്യം, ചുറ്റുപാടുമുള്ള ആളുകൾ അല്ലെങ്കിൽ അക്കായിലും അതുപോലെ മാസിഡോണിയയിലുള്ള ആളുകൾ ഈ തെസ്സലോനിക്ക വിശ്വാസികളെ കുറിച്ച് പറയുന്ന ഒന്നാമത്തെ സാക്ഷ്യമാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. ഞങ്ങൾക്ക് നിങ്ങളുടെ അടുക്കൽ എങ്ങനെയുള്ള പ്രവേശനം സാധിച്ചു. ഈ വിശ്വാസികളുടെ ഇടയിലേക്ക് പൗലോസും സിൽവാനോസും അതുപോലെ തിമോത്തിയോസും സുവിശേഷം ആയിട്ട് വന്നപ്പോൾ ഇവരുടെ ഇടയിൽ എങ്ങനെയുള്ള പ്രവേശനമാണ് ലഭിച്ചത്? അല്ലെങ്കിൽ പൗലോസും കൂട്ട് സഹോദരന്മാരും തെസ്സലോനിക്കയിൽ നടത്തിയ ശുശ്രൂഷ എങ്ങനെയുള്ളതായിരുന്നു? 2-ാം അധ്യായത്തിൽ നമ്മൾ 2-ാം വാക്യത്തിൽ വായിക്കുന്നത്, ഞങ്ങൾ ഫിലിപ്പിയിൽ വെച്ച് കഷ്ടവും അപമാനവും അനുഭവിച്ച് വലിയ പ്രയാസത്തോടെ ദൈവത്തിന്റെ സുവിശേഷം നിങ്ങളോട് പ്രസംഗിക്കാൻ ഞങ്ങൾ ദൈവത്തിൽ ധൈര്യപ്പെട്ടിരുന്നു. അപ്പോൾ ദൈവികമായൊരു ധൈര്യത്തോടു കൂടിയാണ് വളരെ കഷ്ടങ്ങളുടെയും പ്രയാസത്തിന്റെയും മധ്യത്തിൽ ഈ ദൈവദാസന്മാര് തെസ്സലോനിക്കയിൽ എത്തിയത്. അങ്ങനെ അവരോട് സുവിശേഷം അറിയിച്ചു. ആ സുവിശേഷത്തിന്റെ പ്രവർത്തനത്തിന്റെ ഫലമായിട്ട് ഇവർക്ക്, ഈ ദൈവദാസന്മാർക്ക് തെസ്സലോനിക്ക വിശ്വാസികളുടെ ഇടയിൽ എങ്ങനെയുള്ള പ്രവേശനം സാധിച്ചു? അഥവാ ഈ വിശ്വാസികൾ എങ്ങനെ ദൈവദാസന്മാരെ സ്വീകരിച്ചു? അവരുടെ സന്ദേശം അവർ കേട്ടു, അവരുടെ സുവിശേഷം അവര് കേട്ടു. ആ സുവിശേഷം അവരിൽ അനേകർ വിശ്വസിക്കുവാനിടയായി. അവരുമായി ഒരു കൂട്ടായ്മ ബന്ധത്തിലേക്ക് വന്നു. മാത്രമല്ല, അവരുടെ ഹൃദയങ്ങളിൽ ഈ ദൈവദാസന്മാർക്ക് ഒരിടം ലഭിപ്പാൻ ഇടയായി തീർന്നു. അവരുടെ ഭവനങ്ങളിൽ ഈ ദൈവദാസന്മാരെ സ്വീകരിപ്പാനും ശുശ്രൂഷിപ്പാനും ഇടയായി തീർന്നു. അഥവാ അവരുടെ ജീവിതം, അവരുടെ ഹൃദയം, അവരുടെ സമസ്തവും ദൈവ സേവയ്ക്കായിട്ട് സമർപ്പിക്കുവാനായിട്ട് ഇടയായി തീർന്നു എന്നുള്ളതാണ്. പ്രിയ ദൈവമക്കളെ, നമ്മളുടെ ഹൃദയത്തിൽ ദൈവദാസന്മാർക്ക് നാം എന്തിടം കൊടുത്തിട്ടുണ്ട്? അവരോടുള്ള കൂട്ടായ്മയിൽ നമുക്ക് എന്ത് പങ്കാണുള്ളത്? ഒരു നല്ല പ്രവേശനം നമ്മുടെ ഹൃദയങ്ങളിൽ നമ്മെ ശുശ്രൂഷിക്കുന്ന ദൈവദാസന്മാർക്ക് നാം കൊടുത്തിട്ടുണ്ടോ എന്ന് ഈ പുതുവർഷത്തിന്റെ ആദ്യ ദിവസങ്ങളിൽ ഒന്ന് പരിശോധിക്കുവാൻ ഇടയായിത്തീരണം. തെസ്സലോനിക്ക വിശ്വാസികൾ ആ ദൈവദാസന്മാരെ കർത്താവിനെ പോലെ കണ്ട് സ്വീകരിച്ച് അവരെ ശുശ്രൂഷിക്കുകയും അവരുടെ ഹൃദയത്തിൽ ഇടം കൊടുക്കുകയും ചെയ്തത് നല്ല മാതൃകയാണ്. മാത്രമല്ല, ഇതിനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ,
ജീവനുള്ള സത്യദൈവത്തെ സേവിപ്പാൻ അവർ തീരുമാനിച്ചു എന്നുള്ളതാണ്. അതിനുവേണ്ടി അവർ ചെയ്തത് എന്താണ്? അവർ വിഗ്രഹങ്ങളെ വിട്ട് ദൈവത്തെങ്കിലേക്ക് എങ്ങനെ തിരിഞ്ഞു എന്ന് അവർ തന്നെ പറയുന്നു. അവർ മനഃപൂർവ്വമായി ചുറ്റുപാടുമുള്ള ദൈവമക്കൾ ഇവരെങ്ങനെയാണ് ജീവനുള്ള ദൈവത്തെ സേവിക്കുവാൻ വിഗ്രഹങ്ങളെ വിട്ട് ദൈവത്തെങ്കിലേക്ക് എങ്ങനെ തിരിഞ്ഞു എന്നുള്ള കാര്യം സാക്ഷ്യം പറയുന്നു. അഥവാ അവരുടെ മാനസാന്തരത്തിനും അവരുടെ രക്ഷയ്ക്കും അതിൻ്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ചുള്ളതായ അനുഗ്രഹീതമായ സാക്ഷ്യം ചുറ്റുപാടുകളിൽ നിന്ന് ലഭിച്ചു. അവർ യഥാർത്ഥമായിട്ട് രക്ഷിക്കപ്പെട്ടവരാണ്. അവർ യഥാർത്ഥമായിട്ട് മാനസാന്തരപ്പെട്ടവരാണ്. അവരുടെ ജീവിതത്തിൽ ആ മാറ്റം കാണാൻ കഴിയുന്നുണ്ട് എന്ന് ചുറ്റുപാടുമുള്ളവർ സാക്ഷ്യം പറയുന്നു. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതങ്ങളിലേക്ക് നോക്കി മറ്റുള്ളവർക്ക്, നമ്മുടെ ജീവിതം കാണുന്നവര്, നമ്മോട് ഇടപെടുന്നവര് നമ്മെക്കുറിച്ച് നല്ല സാക്ഷ്യം പറയുവാനായിട്ടുണ്ടോ? അവരുടെ ജീവിതത്തിൽ സംഭവിച്ച ഒന്നാമത്തെ കാര്യം, അവർ ജീവനുള്ള ദൈവത്തെ സേവിപ്പാൻ തീരുമാനിച്ചു എന്നുള്ളതാണ്. അവർ വിഗ്രഹങ്ങളെ വിട്ടു എന്നുള്ളത്, വിഗ്രഹങ്ങളെ ആരാധിച്ച് അവർക്ക് മടുപ്പ് തോന്നിയിട്ട് വിഗ്രഹങ്ങളെ വിട്ട് ജീവനുള്ള ദൈവത്തിലേക്ക് തിരിയായിരുന്നില്ല. അവർ ജീവനുള്ള ദൈവത്തെ കണ്ടുമുട്ടി, സത്യദൈവത്തെ അവർ മനസ്സിലാക്കി. അപ്പോൾ അതുവരെ അവര് സേവിച്ചിരുന്നതായ എല്ലാ വിഗ്രഹങ്ങളെയും വിട്ട് തിരിഞ്ഞു എന്നാണ്. തിരിയുക എന്നുള്ള പ്രയോഗം പുതിയ നിയമത്തിൽ 36 പ്രാവശ്യം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇവിടെ തിരിയുക എന്നുള്ളത് മാനസാന്തരപ്പെടുക, 180 ഡിഗ്രി ഒരു തിരിയലാണ്. പോകുന്ന വഴിയിൽ നിന്ന് എബോട്ട് ചെയ്യാണ്, സമ്പൂർണമായൊരു തിരിയൽ. ഇനി ഈ സത്യദൈവം അല്ലാതെ മറ്റാരെയും ആരാധിക്കത്തില്ല, ഈ സത്യദൈവം അല്ലാതെ മറ്റാരെയും സേവിക്കത്തില്ല, ഇനി ഒരു വിഗ്രഹത്തെയും സേവിക്കത്തില്ല എന്നുള്ളതായ വലിയ ഒരു തീരുമാനം അവർക്കുണ്ടായി എന്നുള്ളതാണ്. പ്രിയ ദൈവമക്കളെ, നാം രക്ഷിക്കപ്പെട്ട നമ്മുടെ ജീവിതത്തിൽ കാണപ്പെടുന്ന വിഗ്രഹങ്ങളൊന്നും ഇല്ലെങ്കിലും ദൈവത്തെക്കാൾ നാം എന്തിന് അധികം സ്ഥാനം കൊടുത്തിട്ടുണ്ടോ അത് നമ്മുടെ വിഗ്രഹമാണ്. ദൈവത്തെക്കാൾ അധികമായി നാം പണത്തിന് സ്ഥാനം കൊടുത്തിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പണത്തിന്റെ കാര്യം വരുമ്പോൾ ദൈവം ഇല്ല, പണത്തിന്റെ കാര്യം വരുമ്പോൾ ദൈവം അനുസരിക്കത്തില്ല. അങ്ങനെയാണെങ്കിൽ പണം നമ്മുടെ ദൈവമാണ്. അതുപോലെ ലോകമോഹങ്ങൾ, ജഡമോഹങ്ങൾ നമ്മെ ആകർഷിക്കുമ്പോൾ അവിടെ വരുമ്പോൾ ദൈവം അനുസരിക്കുന്നില്ലെങ്കിൽ ആ ജഡമോഹങ്ങൾ, ലോകമോഹങ്ങൾ, പാപത്തിനിമ്പങ്ങൾ നമ്മുടെ വിഗ്രഹമാണ്. അതുപോലെ ഭൗതികമായ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി, പ്രശസ്തിക്ക് വേണ്ടി ഒക്കെ നാം ദൈവവചന വിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ വിഗ്രഹമാണ്. മൊബൈലിൽ നാം കാണുന്ന കാര്യങ്ങൾ ദൈവവചന വിരുദ്ധമാണെങ്കിൽ ഇത് നമ്മുടെ വിഗ്രഹമായിട്ട് മാറുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ വർഷക്കാലം നാം ഒന്ന് പരിശോധിക്കണം. നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ വിഗ്രഹങ്ങൾ ഉടച്ചു കളയണം. ഇസ്രായേൽ ജനം 70 വർഷം, അതുപോലെ 722 അവര് അശൂരിലേക്ക് അടിമകളായി പോയതിന്റെ കാരണം, 606 യഹൂദജനം ബാബേലിലേക്ക് അടിമകളായി പോയതിന്റെ പ്രധാനപ്പെട്ട കാരണം അവർ വിഗ്രഹാരാധികളായി തീർന്നു എന്നുള്ളതാണ്. മടങ്ങി വന്ന യഹൂദജനം പിന്നീട് ഒരിക്കലും ഒരു വിഗ്രഹത്തെയും ആരാധിച്ചില്ല. 70 വർഷക്കാലം അവര് ബാബേലിൽ അടിമകളായിപ്പോയി. നമ്മുടെ ജീവിതത്തെ ഈ വർഷക്കാലം ആ ദിവസങ്ങളൊന്ന് പരിശോധിക്കാം. ദൈവത്തെക്കാൾ അധികമായി നാം എന്തിനെങ്കിലും സ്നേഹിക്കുന്നുണ്ടോ? ദൈവവചനം പ്രമാണിക്കുന്നതിന് തടസ്സമായിട്ട് നമ്മുടെ ജീവിതത്തിലുണ്ടോ? അതിന് വിട്ടുതിരിയുവാനും, എന്തുകൊണ്ടാണ് വിട്ടുതിരിയുന്നത്? ജീവനുള്ള ദൈവത്തെ സേവിക്കാൻ എന്നാലേ കഴിയത്തുള്ളൂ. വിഗ്രഹങ്ങളെയും ദൈവത്തെ ഒരുപോലെ സേവിക്കുവാനായിട്ട് കഴിയുന്നതല്ല. അതുകൊണ്ട് ഈ പുതിയ വർഷക്കാലം ഒരു പുതിയ തീരുമാനം എടുക്കാം. ജീവനുള്ള ദൈവം, സത്യദൈവം എൻ്റെ ജീവിതത്തിൽ ഉണ്ട്, അവനെ ഞാൻ സ്നേഹിക്കും, അവനെ ഞാൻ സേവിക്കും, അവന് വേണ്ടി ജീവിക്കുമെന്നുള്ള അനുഗ്രഹീതമായ ഒരു തീരുമാനം നമുക്ക് എടുക്കുവാൻ കഴിയട്ടെ. അങ്ങനെയായാൽ നമ്മുടെ ജീവിതം ഏറ്റവും ധന്യമായി തീരും എന്നുള്ളതാണ്. അങ്ങനെ അനുഗ്രഹീതമായ ഒരു ആത്മീയ ജീവൻ നയിപ്പാൻ ഈ പുതിയ വർഷത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.